ഹായ്, വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് വിഭവം എന്ന് പറഞ്ഞാൽ ചിക്കൻ സ്റ്റൂ ആണ്. അപ്പോൾ അത് ചിക്കൻ സ്റ്റൂവിൻ്റെ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്ന കുറച്ച് ദിവസമായി. അപ്പോൾ ഏതായാലും ഇന്നൊത്ത് വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ സ്റ്റൂവിന് എടുത്തിരിക്കുന്നത് ഒരു 600 ഗ്രാം ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മിക്കതും ബോൺലെസ് ആണ്. ബോൺലെസ് എടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. പിന്നെ ചില 1-2 കഷ്ണം ബോണുള്ളതാണ്. അധികം വലുതല്ലാതെ ഈ ടൈപ്പാണ് ഞാൻ നുറുക്കിയേക്കണത്. ചെറിയ ടൈപ്പാണ് നുറുക്കിയേക്കണത്. അധികം വലുതാക്കി നുറുക്കിയിട്ടില്ല. പിന്നെ അതെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനെ ആദ്യം അല്പം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി സ്വല്പം മതി കേട്ടോ. സ്റ്റൂവിൻ്റെ കളർ മാറിപ്പോകരുത്. അപ്പോൾ ഒരു പൊടിക്ക് കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ആദ്യം ഇത് പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു അരമണിക്കൂർ ഇതൊന്ന് ഈ ഉപ്പൊക്കെ ഈ മാംസത്തെ പിടിക്കണമല്ലോ. ഒരു അരമണിക്കൂർ ഇങ്ങനെ പുരട്ടി വെക്കണേ, റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അതിന് ശേഷമാണ് നമ്മൾ സ്റ്റൂ റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. കൂടാതെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2 ഉരുളൻകിഴങ്ങും ഒരു വലിയ ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടും പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയാനായിട്ട് 3 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് നൈസാക്കി. ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങയുടെ പാലാണ്. ഒരു തേങ്ങയുടെ പാലെന്ന് പറയുമ്പോൾ മീഡിയം ടൈപ്പ് തേങ്ങയാണ്. അതിൻ്റെ 2-ാം പാലും 1-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കിതിന് വേണ്ടത് കുറച്ച് മസാല പൊട്ടിക്കണം. പിന്നെ അതുകൂടാതെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും വേണം. കുറച്ച് നെയ്യൊക്കെ വേണം, എണ്ണയൊക്കെ വേണം. അപ്പോൾ ഇനി അത് നമുക്ക് റെഡിയാക്കുമ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ചിക്കൻ സ്റ്റൂവിനുള്ള സാധനങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലാണ് വെക്കുന്നത്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു 5-8 കുരുമുളക്, ഒരു 4-5 ഏലക്ക, ഒരു 3-4 കഷ്ണം പട്ട, ഒരു 5-8 കറയമ്പ്, ഇതെല്ലാം ആദ്യം പൊട്ടിക്കണം. അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനത് കല്ല് വെച്ച് കുത്തിച്ചാച്ചതായിരുന്നു. അപ്പോൾ അതിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എടുത്തിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടട്ടെ. നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഉപ്പിട്ടിട്ടുണ്ട്. ഈ സവാള പെട്ടെന്ന് വാടുകയും ചെയ്യും. ഗ്രേവിക്ക് ആവശ്യമായ അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒന്ന് റെഡി ആവട്ടെ. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, വാടിയിട്ടുണ്ട്. ഇത്ര വാടിയാൽ മതി. ഈ സമയത്ത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സവാള, ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടി ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ 5 മിനിറ്റ് മൂടി വെച്ചത്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് എടുത്തിരിക്കുന്ന 2-ാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ കിടന്നൊന്ന് തിളച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ചിക്കൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ട് ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, തേങ്ങാപ്പാലായതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇടയ്ക്ക്.
അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഇപ്പോൾ ചിക്കൻ വെച്ചിട്ട് ഈ സമയത്തേ നമുക്ക് ഉരുളൻകിഴങ്ങ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാരറ്റ് ഇപ്പോൾ ഇടുന്നില്ല, ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉള്ള എരിവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ കുരുമുളക് ചിക്കനിൽ കുറച്ച് പുരട്ടിയിരുന്നു, പിന്നെ കുരുമുളക് പൊട്ടിച്ചു, പിന്നെ ഒരു 4 എരിവുള്ള മുളകും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ ആവശ്യത്തിനുണ്ട്. ഓക്കെ, ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ മൂടിയിരിക്കട്ടെ. അപ്പോഴേ ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് അധികം ആയിട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞിപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട് മൊത്തം. ചിക്കൻ ഇട്ടു, ഒരു 15 മിനിറ്റോളം ചിക്കൻ റെഡിയായി. അതിനുശേഷം ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട് ഒരു 10 മിനിറ്റായി. അപ്പോൾ മൊത്തം ഒരു 25 മിനിറ്റായി. രണ്ടും നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ഇതിലേക്ക് എടുത്തിരിക്കുന്ന തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒപ്പം ഒരു 10-12 അണ്ടിപ്പരിപ്പ് അരച്ചെടുത്തതാണിത്, മിക്സിയിൽ അടിച്ചതാണ്. അത് തേങ്ങാപ്പാലിൽ അരച്ച് റെഡിയാക്കിയതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മൈദ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഗ്രേവി ഒന്ന് ചാറൊന്ന് കുറുകാൻ വേണ്ടി നമ്മൾ ചിലർ മൈദ അല്ലെ കോൺഫ്ലവറോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഞാൻ അതൊന്നും ഉപയോഗിക്കുന്നില്ല. പകരം ഞാൻ അണ്ടിപ്പരിപ്പാണ് അല്പം ഒരു 10-12 അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് തേങ്ങാപ്പാലിൽ അരച്ചിട്ടതാണ്. അപ്പോൾ ചാറിന് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല ടേസ്റ്റായിരിക്കും ചാറിന്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെറിയൊരു തിള പോലെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഒന്ന് തിള പോലെ വരട്ടെ. അപ്പോൾ ഇത് കുറുകാൻ വേണ്ടി ഒന്നെങ്കിൽ മൈദ അല്ലെങ്കിൽ കോൺഫ്ലവർ അല്ലെങ്കിൽ അല്പം കലക്കി ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു 4-5 കഷ്ണം ഉരുളൻകിഴങ്ങ് എടുത്തൊന്ന് കുത്തിപ്പൊടിച്ച് റെഡിയാക്കിയിട്ടാലും മതി. അപ്പോഴും ഈ ചാറൊന്ന് നല്ല കുറുക തിക്കായിട്ട് കിട്ടും. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഈ അണ്ടിപ്പരിപ്പ് ഇട്ടുകൊണ്ട് ഇനിയിപ്പോൾ ഒന്ന് ഇരിക്കും തോറും ഒന്ന് കുറുകി വരും ഇത്. പിന്നെ നമുക്ക് ഇതൊന്ന് ചെറിയൊരു തിള വരുമ്പോൾ നിർത്താം. ഇനി ചെയ്യേണ്ടത് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇത്തിരി നെയ്യിൽ വറുത്തിടണം. ഇത്തിരി വേപ്പിലയും ഇത്തിരി ഏലക്കയൊക്കെ പൊടിച്ചിടണം. ലാസ്റ്റ് സ്റ്റേജ് അതാണ്. അപ്പോൾ നമ്മുടെ ഈ ഇഷ്ടമൊന്ന് ചൂടായിട്ടുണ്ട്, തിള പോലെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് വറുത്തിടാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് വറുത്തിടാൻ പോവാണ്. അപ്പോൾ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം നെയ്യിട്ട് കൊടുക്കാം. നമുക്ക് അല്പം അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം മുന്തിരി പൊടി ഇട്ട് കൊടുക്കാം. മതി, തീ ഓഫ് ചെയ്യാം. നമുക്ക് ഈ വറുത്തിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടാതെ ഒരു 6 ഏലക്ക ചതച്ചതാണ്, അതിട്ട് കൊടുക്കാം. ഒപ്പം 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ സ്റ്റൂ റെഡിയായി. ഓക്കെ.